മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം രാശിക്കാരുടെ വർഷം 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത്. ആദ്യമായി ഈ മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവവും ശുക്രൻ്റെ സ്വരാശിയുമായ ഇടവത്തിലായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. പിന്നീട് ജൂലൈ 26-ാം തീയതി 3ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. സൂര്യനും ഗുരുവും 3ാം ഭാവമായ മിഥുനത്തിലായിരിക്കും നിൽക്കുന്നത്. സൂര്യൻ ജൂലൈ 16-ാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 4ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട്. ബുധൻ ഇവിടെ ജൂലൈ 18-ാം തീയതി മുതൽ വക്രഗതിയിലാകുന്നതായിരിക്കും. ഓഗസ്റ്റ് 11-ാം തീയതി വരെ ഏകദേശം 25 ദിവസത്തോളം ബുധൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങൾ നിങ്ങളുടെ 5ാം ഭാവമായ ചിങ്ങത്തിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ ചൊവ്വയും കേതുവും ചേർന്ന് അംഗാരക യോഗവും നിർമ്മിക്കുന്നുണ്ട്. ജൂലൈ 28-ാം തീയതി ചൊവ്വ കന്നി രാശിയിലേക്ക് രാശി മാറുന്നത് വരെ അംഗാരക ദോഷം ഉണ്ടാകുന്നതായിരിക്കും. രാഹു നിങ്ങളുടെ 11ാം ഭാവത്തിലും ശനി 12ാം ഭാവത്തിലുമായിരിക്കും ഈ മാസം നിൽക്കുന്നത്. ശനി ജൂലൈ 13-ാം തീയതി മുതൽ വക്രഗതിയിലാകുന്നതായിരിക്കും. ഏകദേശം 138 ദിവസത്തോളം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 10ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഇവിടെ ജൂലൈ 13-ാം തീയതി മുതൽ ശനി വക്രഗതിയിലാകുന്നതുമായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ശനി വക്രഗതിയിലാകുന്നത് നിങ്ങളിലൊരു അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഇതുകൂടാതെ ഓഫീസിൽ നിങ്ങൾക്ക് എഗൻസ്റ്റായി എന്തെങ്കിലും ഗൂഢാലോചനകളും മറ്റും നടക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അലസത വെടിഞ്ഞ് എപ്പോഴും ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് മഹാദശ, അപഹാരം എന്നിവ നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ജോബിനെ തന്നെ അത് ബാധിക്കുവാനും സാധ്യതകളുണ്ട്. ജൂലൈ 18-ാം തീയതി ബുധനും കർക്കടകത്തിൽ വക്രഗതിയിലാകുന്നതും 10ാം ഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നതുമായിരിക്കും. എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാസാവസാനം ശുക്രൻ 3-ൽ പ്രവേശിക്കുന്നതും അവിടെ നിന്നും ശുക്രൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നതും ഭാഗ്യസ്ഥിതികളിൽ കുറച്ചൊക്കെ സ്ഥിരത വരുവാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ജൂലൈ 28-ാം തീയതി നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വ 6ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും അവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് അംഗാരക ദോഷം കാരണം നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരുന്നതും അതോടൊപ്പം ക്രോധത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ഈ കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമായിരിക്കും. ചിലർക്ക് ഈ സമയത്ത് കരിയറിൽ അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നല്ലതായിരിക്കും. 7ാം ഭാവാധിപൻ ശുക്രനാണ്. നിൽക്കുന്നത് ധനസ്ഥാനമായ 2ാം ഭാവത്തിലാണ്. ശുക്രൻ ധനസ്ഥാനത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും.
ശുക്രൻ ജൂലൈ 26 മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇവിടെ നിന്നും ശുക്രൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടികൾ 7ാം ഭാവത്തിലും ഭാഗ്യസ്ഥാനത്തും പതിക്കുന്നതായിരിക്കും. അതിനാൽ മാസം മുഴുവനും സമയം നല്ലതായിരിക്കും. പക്ഷേ 12-ൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ മാസം പാടെ ഉപേക്ഷിക്കണം. 18-ാം തീയതി മുതൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ പേയ്മെൻറ്റുകൾ ലഭിക്കുമെങ്കിലും ആദ്യം അതിൽ ചില്ലറ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ശാന്തിപൂർവം ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ തടസ്സങ്ങളെയും മറികടക്കുവാൻ സാധിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് പൊതുവെ ജൂലൈ മാസം നല്ലതായിരിക്കും. ബുധനും ശനിയും വക്രഗതിയിലാകുന്നത് കാരണം ചില്ലറ തടസ്സങ്ങൾ ആദ്യം വരും എന്നുള്ള പ്രശ്നം മാത്രമേ ഇവിടെ നെഗറ്റീവായിട്ട് കാണുന്നുള്ളൂ. ലവ് റിലേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം ക്രോധം, ഈഗോ എന്നിവ കാരണം നിങ്ങളുടെ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും സൗമ്യതയും ശാന്തതയും പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് പഠനത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നതായിരിക്കും. അതുപോലെ പ്രതീക്ഷിച്ച ഫലങ്ങൾ കരസ്ഥമാക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7ാം ഭാവാധിപൻ ശുക്രൻ സ്വരാശിയായ ഇടവത്തിലാണ് നിൽക്കുന്നത്. 26-ാം തീയതി രാശി മാറി മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും 5ാം ദൃഷ്ടി നിങ്ങളുടെ 7ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ മാസം ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ തീർച്ചയായും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ തന്നെ പോസിറ്റീവായി മുൻകൈ എടുക്കേണ്ടത് ആവശ്യമായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ആശുപത്രിയിൽ കുറച്ച് കയറി ഇറങ്ങേണ്ടി വരും. അത് നിങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്ക് വേണ്ടിയോ ഒക്കെ ആകാം. ഈ സമയത്ത് ആശുപത്രി ചിലവുകളിലും വർധനവ് ഉണ്ടാകുന്നതായിരിക്കും. ഇതാണ് മേടം രാശിക്കാരുടെ വർഷം 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.